നല്ലൊരു കിഡിലും ത്രില്ലറാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. നല്ല അടിപൊളി പടം. ഇത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലേ, അങ്ങനത്തെ ഒരു മാതിരി പടം. കാരണം ഈ സിനിമ ചെറിയൊരു പ്ലോട്ടിൽ നിന്ന് തുടങ്ങി ഒരു ഭയങ്കര റഗഡായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറിൻ്റെ റാൻഡം ആയിട്ടുള്ളൊരു കേസ്, അതിൻ്റെ അന്വേഷണമാണ് ഈ സിനിമ ഫുള്ളായിട്ട്. സോ അതിൽ നിന്ന് എങ്ങനെയാണ് ആ ഒരു കേസ് അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് അഫക്റ്റ് ചെയ്യുക, അതെങ്ങനെയാണ് ഇങ്ങോട്ട് സ്ട്രെച്ച് ചെയ്ത് പോകുന്നത് ഈ 2.5 മണിക്കൂർ എന്നുള്ളതാണ് സിനിമ കാണിച്ചിരുന്നത്. അതിന് സിനിമയിൽ ആവശ്യമുള്ളത് മാത്രമേ ഉള്ളൂ. മീൻസ് അനാവശ്യമായിട്ട് ഈ സിനിമയിലെ ഇൻപുട്ടിനോ അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് എന്താണ് നമ്മൾ കാണാൻ പോകുന്നത്, എന്താണ് ഇവർ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, അതിൽ നിന്നും ഒരു പോയിന്റ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സിനിമ പോകുന്നില്ല. സോ ത്രൂ ഔട്ട് സിനിമയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ, ഈച്ച് ആൻഡ് എവറി സീൻ നല്ല തറവായിട്ട് ഇരുന്ന് എഴുതിയിട്ടുള്ളൊരു സ്ക്രീൻ പ്ലേ ഉണ്ട് സിനിമയ്ക്ക്. അത് സിനിമയെ നല്ല രീതിയിൽ തന്നെ എഫക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഭയങ്കര എൻഗേജിങ് ആണ് ഈ പടം ത്രൂ ഔട്ട്, സ്റ്റാർട്ട് ടു എൻഡ്. ഒരു സ്ഥലത്ത് പോലും എനിക്കൊരു ലോ പോയിന്റ് തോന്നിയില്ല. നല്ലൊരു ഹൈ മൊമെൻറ്റത്തിലാണ് സിനിമ പോകുന്നത്. ഒരു സെക്കൻഡ് ഹാഫ് തുടങ്ങി ഒരു കുറച്ച് പോർഷൻ കഴിഞ്ഞപ്പോൾ ഒരു അതിൻ്റെ മൊമെൻറ്റം ഇത്രയും നേരം നമ്മൾ കണ്ടത് പോയോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ പിന്നെ അവരൊരു പിടുത്തം പിടിക്കും. സോ ത്രൂ ഔട്ട് നല്ല പക്കയായിട്ട് എൻഗേജിങ് ആയിട്ട് പോകുന്ന ഒരു കിഡിലും സ്ക്രീൻ പ്ലേ ഉള്ള നല്ല കിഡിലും മേക്കിംഗ് ഉള്ളൊരു പടം. മേക്കിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഈ സിനിമയുടെ തുടക്കം തന്നെ ആ ഒരു ഫസ്റ്റ് ഷോട്ടിൽ തന്നെ നമ്മൾ കാണാൻ പോകുന്നത് നല്ല ക്വാളിറ്റി ഉള്ളൊരു പടമാണെന്നുള്ളത് ഫസ്റ്റ് സീനിൽ തന്നെ ഒരു രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. സോ അത് നമ്മുടെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കും. പിന്നെ അങ്ങോട്ട് ഫുള്ള് ആ ഒരു ത്രൂ ഔട്ട് ആ ക്വാളിറ്റി സിനിമയിൽ ഫുള്ളായിട്ടുണ്ട്. ദെൻ കുഞ്ചാക്കോ ബോബൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഇതുവരെ നമ്മൾ കാണാത്ത ഒരു റോളാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. അത്ര റൂത്ത്ലെസ് ആയിട്ടൊരു പോലീസ് ഓഫീസർ എന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ട് ആ ഒരു ടോൺ ഉണ്ടല്ലോ, ആ ഒരു ക്യാരക്ടർ സിനിമയുടെ ഈ ഒരു കഥയെ നന്നായിട്ട് തന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല ത്രൂ ഔട്ട് ആ സാധനം പിടിക്കാൻ മൂപ്പർക്ക് പറ്റിയിട്ടുണ്ട്. ആ ഒരു മീറ്റർ ഒരിക്കലും പോകുന്നില്ല. ആൻഡ് അങ്ങനെയുള്ളൊരു ക്യാരക്ടറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ഇമോഷണൽ സൈഡും സിനിമ ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. സോ പ്രോപ്പറായിട്ട് ആ ഒരു കറക്റ്റ് മീറ്ററിൽ ആ ഒരു ക്യാരക്ടറിനും ത്രൂ ഔട്ട് സിനിമയിൽ മൂപ്പർ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങേരുടെ കരിയറിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാരക്ടർ എന്ന് പറയാം. ആൻഡ് നമ്മൾ ഈ മലയാളത്തിലും തമിഴിലും ഇപ്പോൾ ഹിന്ദിയിൽ എങ്ങനെയാണോ നല്ല ഈ ഒരു പീരീഡ് ബേസ്ഡ് അല്ലെങ്കിൽ നല്ലൊരു ഹിസ്റ്റോറിക്കൽ മൂവീസൊക്കെ എങ്ങനെയാണ് ബോളിവുഡിൽ നിന്നും അടിപൊളിയായിട്ട് മേക്ക് ചെയ്യുന്നത്. ബാക്കി പടങ്ങളൊക്കെ കൂറസാനം വരെ എടുക്കും. പക്ഷേ ഹിസ്റ്റോറിക്കൽ പടം എന്ന് വരുമ്പോൾ അതിൽ ടോപ്പ് ബോളിവുഡ് തന്നെയാണ്. അത് വെട്ടിക്കാൻ ആർക്കോട് പറ്റിയിട്ടില്ല. നമ്മുടെ കയ്യിൽ ഉണ്ട് ഇല്ല എന്നല്ല, പക്ഷെ അവർ കിഡിലിനായിട്ട് ചെയ്യാറുണ്ട്. ഇതേപോലെ തന്നെ ത്രില്ലറുകളുടെ കാര്യം എടുത്താൽ മലയാളം തമിഴിലാണ് ഈ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ത്രില്ലേഴ്സ് പുറത്തിറക്കുക. അങ്ങനെ ഇറക്കിയിട്ടുള്ള മറ്റൊരു നല്ല ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറയാം. ഈ സിനിമയിൽ വളരെ മൈന്യൂട്ട് ആകെ 2 ആക്ഷൻ സീക്വൻസുകളുണ്ട്. വേറെ ലെവലായിട്ട് എടുത്തിട്ടുണ്ട്. കിഡിലെന്ന് പറയും. ഇതൊരു ആക്ഷൻ മൂവി അല്ല, പക്ഷേ ഈ ആക്ഷൻ വരുന്ന സമയമുണ്ടല്ലോ, അത് ഈ സിനിമയിൽ സ്റ്റേജ് ചെയ്ത് വെച്ചിരിക്കുന്ന സിറ്റുവേഷനും ഏതൊക്കെ ക്യാരക്ടേഴ്സ് തമ്മിലാണ് ഫൈറ്റ് ചെയ്യുന്നത് അതൊക്കെ കൂടി നമ്മൾ ഈ ഇൻട്രസ്റ്റെല്ലറിലെ ഡോക്കിംഗ് പോലെ കറക്റ്റായിട്ട് ഇങ്ങനെ അലൈൻ ചെയ്ത് വന്നതുകൊണ്ട് ഈ ഇപ്പോൾ കുഞ്ചാക്കോ ബോബൻ ഒരാളെ അടിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല ആ മോഡിലൊരു സാധനം. കാരണം ആളെ അടിക്കേണ്ടത് അവർക്ക് കൊള്ളേണ്ടത് നമ്മുടെയും കൂടി ആവശ്യമായിട്ടാണ് സിനിമ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്ത് പോകുന്നത്. സോ ആ ക്യാരക്ടർ അനുഭവിച്ച സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്ടേഴ്സൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അവർക്ക് കൊള്ളണം, അവർക്ക് ഇനിയും കൊടുക്കണം എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമായിട്ടാണ് ഈ സിനിമയിൽ ആ ഒരു സീക്വൻസ് വരുന്നത്, ആക്ഷൻ സീക്വൻസുകൾ പ്രത്യേകിച്ച്. ആൻഡ് അതിൻ്റെ മേക്കിങ്ങും അടിപൊളി. സോ ഭയങ്കര റിയലിസ്റ്റിക്കായി, ഹൈപ്പർ റിയലിസ്റ്റിക്കായി നല്ല എൻഗേജിങ് ആയിട്ട് ചെയ്തിട്ടുള്ള കുറേ ആക്ഷൻ സീക്വൻസുകളും. ആൻഡ് ത്രൂ ഔട്ട് ഞാൻ ഈ പറഞ്ഞ ആക്ഷൻ മാത്രമല്ല ഈ പടത്തിനെ എൻഗേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ ആർട്ട് വർക്കുകളായാലും ലൈറ്റിംഗ് ഒക്കെ ഇവർ കൊടുത്തിട്ടുള്ളത് വളരെ ഷാർപ്പായിട്ടാണ്. ചില ട്രാൻസിഷനൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ എല്ലാം കൊണ്ടും നല്ലൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കണ്ട ഒരു നല്ല സാറ്റിസ്ഫൈങ് ഫീലാണ് ഞാനിപ്പോൾ. മലയാളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയാനൊന്നുമില്ല. സിനിമ ആസ് എ ഹോൾ നല്ല കിടിലൻ പടം. സോ കണ്ട് നമ്മൾ കയറി തുടങ്ങി ഒരു 2-2.5 മണിക്കൂർ നമ്മൾ കയറി ഇരിക്കുന്നുണ്ട്. സോ നമ്മളൊരു മിനിറ്റ് പോലും നമുക്ക് അനാവശ്യമായിട്ട് നമുക്ക് കളയാനില്ല. സോ എന്താണ് ഈ കഥയ്ക്ക് ആവശ്യം, ഇതാണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ കണ്ടിറങ്ങി വരുമ്പോൾ ഒരു നല്ല സിനിമ കണ്ടിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷനോടെ പുറത്തിറങ്ങി വരുന്നുള്ള ആ ഒരു മോഡ് ഈ സിനിമ ഡെലിവർ ചെയ്യുന്നുണ്ട്. സോ ഐ എം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ്. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.